യൂദിത്ത് 5-ാം അധ്യായം. ഹോളോഫറസിൻ്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകളടച്ച് ഗിരിശൃംഗങ്ങളിൽ സുശക്തമായി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോഫറസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മോവാബിലെ പ്രഭുക്കന്മാരെയും അമ്മോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശത്തെ ഭരണാധികാരിയും വിളിച്ചുകൂട്ടി. അവരോട് പറഞ്ഞു, കനാന്യരെ മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം എന്താണ്? ഏതെല്ലാം നഗരങ്ങളാണ് അവർ അധിവസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നത് ആരാണ്? പശ്ചിമദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചതിന് എന്തുകൊണ്ടാണ്? അഖിലോറിൻ്റെ ഉപദേശം. അമ്മോന്യരായ നേതാവ് അഖിലോർ പറഞ്ഞു, യജമാൻ ഈ ദാസൻ്റെ വാക്ക് കേട്ടാലും സമീപത്ത് മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനത്തിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു വശത്ത് അവർക്ക് മെസൊപ്പൊട്ടോമിയയിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസൊപ്പൊട്ടോമിയയിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘനാൾ വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകുവാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ മാസമുറപ്പിച്ച് അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നമായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ വലിയ സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവൻ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ ഉപയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികൾ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുൻപിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. ദൈവന്മാരുടെ മുമ്പിൽ ചെങ്കടലിനെ വറ്റിച്ചു. അതിനാൽ സീനായ് എന്നിവിടങ്ങളിൽ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമ്മോന്യരുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. യോർദാൻ കടന്ന മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കനാന്യർ, പെരീസ്യർ, യബൂസിയർ, ഷൊക്കേങ്കാർ, ഗീർഗാഷ്യർ എന്നിവരെ തുരത്തി. ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായ പരാജയമടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തെ ആലയം നിലംപരിശാക്കുകയും നഗരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ചിതറിപ്പെട്ടു പോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എൻ്റെ യജമാനായ പ്രഭു, അറിവ് കൂടാതെയല്ല പിഴകളും ഇപ്പോൾ ഈ ജനക്കൂട്ടത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരെ അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് അത് ഒരു അതിക്രമവും ഇല്ലെങ്കിൽ എൻ്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസമക്ഷം ലജ്ജിതരാകും. അഖിയേൽ എന്ന് ഇത് പറഞ്ഞു തീർത്തപ്പോൾ പാളയത്തിൻ്റെ ചുറ്റും നിന്നവർ ആരാധിപ്പെട്ടു തുടങ്ങി. ഹോളോഫറസിൻ്റെ സൈന്യാധിപന്മാരും കടൽ തീരത്തിൽ നിന്നും മാവോദിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിലെ
ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണിവർ. കൊളോഫറസ് പ്രഭു, നമുക്ക് കയറിച്ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.